أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجر عند ربهم ولا خوف عليهم ولا هم يحزنون. وقال النبي صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر السبيل وعد نفسك من أصحاب القبور. يا سيدي مددي سندي ويا مددي مؤيدي مددي أمدي على شددي مشيدي سددي أرضي بلا عددي كن آخذا بيدي مولا ولي الله. പൊറുക്കന്റെ പാപം സയ്യദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ നഫ്സെന്നെ ഊന്തി തള്ളി വിട്ടു ചതിച്ചതാ. ഗതിമുട്ടി വന്നവനാണു തണ്ടാനിന്നു ഞാൻ. എന്നോട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ. പാവങ്ങളോരോ തണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർന്നിട്ടുണ്ടടാ നടി. നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ റബ്ബിന് തോന്നണം. പതിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. ഈ പവിത്രമായ റമദാനിന്റെ ഒന്നാമത്തെ ചുമടിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ പാരമ്പരികമായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂടി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കൂടപ്പറമ്പീങ്ങൾ മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും ആ സ്വർഗ്ഗ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവിത്രമായ പള്ളിനകത്ത് വന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ പുണ്യമേറിയ ഒരു കാര്യമാണ്. നമ്മൾ ഈ പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് 2 മാസം അല്ലാഹുവിനോട് പവിത്രമായ റജബിലും ശഅബാനിലും അല്ലാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുവേ എനിക്ക് ഈ പരിശുദ്ധമായ റമദാനിലേക്ക് എത്തിച്ചു തരണം. അല്ലാഹു എന്തിനു വേണ്ടി എത്തിച്ചു തരണം? ഈ പവിത്രമായ റമദാനിൽ വന്ന് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ, ഒരുപാട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. ആ ഒരു ദുആഇന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ 5 നേര നമസ്കാരങ്ങൾ നമ്മൾ ചെയ്ത ആ ഓരോ ദുആഇന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പവിത്രമായ റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നു. നമ്മളെ പോലെ ദുആറുന്ന നമ്മുടെ കൂടെ പറമ്പീങ്ങളായ നമ്മുടെ ചങ്ങായിമാരായ നമ്മുടെ കുടുംബക്കാരായ പലരും
ഇതേ ദുആന്നവർ ഇന്ന് ആരുടെ മണ്ണിനകത്തുള്ളവരാണ്. പല ആൾക്കാരും നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും കൊടുക്കാത്ത ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പവിത്രമായ റമദാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു. ഇതൊരു വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലെ ഒരുപാട് റമദാനിനെ സ്വീകരിക്കാൻ ആഫിയത്തോടുകൂടി ആയുരാരോഗ്യത്തോടുകൂടി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന ഓരോ നിസ്കാരത്തിന്റെ ഓരോ ജമാഅത്തിന്റെ ആ ഒരു പവിത്രത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നമുക്കൊരിക്കലും വെറുതെയായി പോകുന്നില്ല. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റമദാനിൽ ഒരു മനുഷ്യൻ ജമാഅത്തായി പവിത്രമായ പള്ളിയിനകത്ത് വന്നിരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ ദാമ അലാ ജമാഅത്തി ഫി റമദാൻ, പവിത്രമായ റമദാനിൽ ഒരു മനുഷ്യന് പവിത്രമായ പള്ളിയിനകത്ത് വന്നുകൊണ്ട് ഇരുന്ന് ആ പള്ളിയിൽ നിസ്കരിച്ചാൽ, ഇമാമിനെ തുടർന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിച്ചാൽ, അല്ലാഹു തആല ബികുല്ലി റമഅഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരത്തിന്റെ ഓരോ റകഅത്തിനും അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅത്തുൽ മദീന തംലഉ മിൻ നിഅമില്ലാഹി തആല, അല്ലാഹുവിന്റെ ഏറ്റവും നിഅമത്തുകൾ നിറഞ്ഞ, അല്ലാഹു ഏറ്റവും അനുഗ്രഹിച്ച പവിത്രമായ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനത്തിൽ ചെന്ന് നിസ്കരിച്ച ആ ഒരു കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കാണാം. ഈ പവിത്രമായ ജമാഅത്തിന് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 കൂലികൾ അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സല്ല സ്വലാത്തൽ ഖംസ് വഅൽ ജമാഅ ഫലഹു 5 അഷ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ പള്ളിയിലെ ജമാഅത്തായി ഇമാമിനെ തുടർന്നുകൊണ്ട് ഒരു മനുഷ്യനെ നിസ്കരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനോട് ദുആരക്കുന്ന, അല്ലാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്ന 5 കാര്യമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒന്നാമതായി അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അല്ലവ്വലു, ഒന്നാമത്തെ കാര്യം എന്തറിയോ, ലാ യുഹാസിബു ഫഖറൻ ഫിദ്ദുനിയാ, ഈ നശ്വരമായ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്നേക്കും ശാശ്വതമല്ലാത്ത ഈ നശ്വരമായ താൽക്കാലികമായ ഈ ദുനിയാവിനകത്ത് ജീവിക്കുമ്പോ ലാ ഫഖറ ഫിദ്ദുനിയാ, ഒരു കാലത്തും ഒരാളോട് യാചിക്കേണ്ട ഒരു ഗതികേട്, ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരു ഗതികേട്. 5 നേരം ജമാഅത്തിന്റെ കൃത്യമായി വരുന്ന ഉപ്പാക്ക്, കൃത്യമായി വരുന്ന ചെറുപ്പക്കാരന് അല്ലാഹു അങ്ങനത്തെ ഒരു വിധി വിധിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും ഒരാളോട് ചോദിക്കേണ്ടതില്ല, ഒരാളോടും യാചിക്കേണ്ട അവസരമില്ല. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യർഫഉല്ലാഹു തആല അൻഹു അദാബൽ ഖബർ, ഭീകരമായ ഭയാനകരമായ ബീഭത്സകമായ ഖബർ, അല്ലാഹുവിന്റെ ഇരുട്ടുള്ള കൂരാകൂരിട്ടുള്ള പതിരാവിനെ കാട്ടും ഇരുട്ടുള്ള ഒരു മിന്നാപുതന്റെ വെളിച്ചം പോലും ഇല്ലാത്ത ഖബർ. ഇത് നോക്കിയാലും മണ്ണ്, അങ്ങ് നോക്കിയാലും മണ്ണ്, ഇങ്ങ് നോക്കിയാലും മണ്ണ്, ഏത് ഭാഗത്തിലൂടെ കാണുന്നതും മണ്ണ്, ഒരു മനുഷ്യനെ വിളിക്കാൻ പോലും കഴിയാത്ത, ഒരു ശ്വാസം പോലും വിടാൻ കഴിയാത്ത ആ ഖബറിനകത്ത് കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറാളികളെ ശിക്ഷിക്കുന്ന ഓരോ ശിക്ഷകളുണ്ടല്ലോ, ഓരോ അദാബുകളുണ്ടല്ലോ. ഒരു മനുഷ്യനെ ഖബറിനകത്ത് കിടത്തിയിട്ട് ആ കുടുംബക്കാർ 7 സ്റ്റെപ്പടി ചവിട്ടി പറയോട്ട് വരുമ്പോ ആ ഖബറിനകത്തുള്ള ഓരോ മനുഷ്യന് ആ ഖബർ ശിക്ഷിക്കുന്ന ആ
ഒന്നാമത്തെ ഗേറ്റാണ്, ഒന്നാമത്തെ ചെക്ക് പോസ്റ്റാണ്. ആ ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെച്ച് ആ ഖബറിലെ ചെക്ക് പോസ്റ്റിലെ ഓരോ ചോദ്യങ്ങളും ആ ഖബറിനകത്ത് കഴിഞ്ഞുകൊണ്ട് അങ്ങോട്ട് കടന്നെങ്കിൽ മാത്രമേ നാളെ പാരത്രികമായ ലോകത്ത് നമുക്ക് എത്താൻ കഴിയും. ഖബറെന്ന് കേട്ടാൽ ദർശനം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ട് നീ കരേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബേ അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാനാ. ചിതളും പുഴുക്കളും താവളം വരുന്നുണ്ടതിൽ, സന്തോഷമാനവകൾക്ക് നീ ചെല്ലുന്നതിൽ. കാണ്ടില്ല രേഷന് വേണ്ട പോലെ നീരുണ്ട്, ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ആ ഭീകരമായ ഖബറിനകത്ത് ഓർത്തുകൊണ്ടൊന്ന് കരഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഖബറിനെ മനസ്സിലാക്കാൻ കഴിയുക. ഒരു മനുഷ്യനെ പോലും അദാബ് കൊണ്ട് വിടാത്ത ഖബറ. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിന്റെ ഒരു കെട്ടിപ്പിടുത്തമുണ്ട്, ഒരു ആലിംഗനമുണ്ട്. ഒരു ഗൾഫിലെ ഒരാൾ വന്നെങ്കിലും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിടുത്തമുണ്ടല്ലോ, അത് സന്തോഷത്തിന്റെ പിടുത്തമാ. നല്ല മുഅ്മിനാണെങ്കിലും നല്ല ആളാണെങ്കിൽ 5 നേരം നിസ്കരിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ജമാഅത്തിന് വന്നവരാണെങ്കിൽ അവനെ കെട്ടിപ്പിടിക്കുന്നത് ഒരു ഗൾഫുകാരനെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാ. സന്തോഷത്തോടെ എത്രയോ വർഷം കഴിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകനെ വരുമ്പോ, പ്രിയപ്പെട്ട കൂട്ടുകാരന് വരുമ്പോ അവനെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് പോലെയുള്ള ഒരു കെട്ടിപ്പിടുത്തമാ ഖബറിലുണ്ടാവുക. അതല്ല ഭീകരമായ രീതിയിലുള്ള ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. പള്ളി മിനാരത്തിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് പങ്കു കൊടുക്കുമ്പോ അതിന് മറുപടി കൊടുക്കാതെ അങ്ങാടിയിലൂടെ ചുറ്റി നടക്കുകയാണെങ്കിൽ, വീട്ടിനകത്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ഖബറിന്റെ പിടുത്തമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ അദാബാണ് ഖബറിൻ്റെത്. ആ അദാബ് എങ്ങനെയെന്നറിയോ? നമ്മൾ ആ ഖബറിനകത്ത് ചരിച്ച് കിടത്തിയിട്ടാ ഉണ്ടാവുക. ആ കിടത്തിയ കിടപ്പുറയിൽ നിന്ന് ഖബറിന്റെ 2 ഭാഗവും കൂടുകയാണ്, 2 കല്ല്. ആ 2 കല്ലിങ്ങനെ കൂട്ടിയിറക്കുമ്പോ നമ്മൾ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഒരു കല്ലിന്റെ അടിയിലേക്ക് നമ്മളെ കൈ വീണാൽ എന്താകോ? സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ കഴിയോ? ഇത് നിങ്ങൾ മനസ്സിലാക്കണോ? 2 ഭാഗത്തിന്റെ കല്ല് ഇങ്ങനെ കൂട്ടിയിട്ട് ആ മനുഷ്യനെ ഇറക്കുമ്പോ അവന്റെ പരലുകൾ മുഴുവനും പൊടിപൊടിയായി പോവുകയാ. ഇത് ഖബറിന്റെ ഒന്നാമത്തെ അദാബാണ്. ആ അദാബ് 5 നേരം നിസ്കരിക്കുന്നവനെ ആ ഖബറിന്റെ അദാബ് 5 നേരം ജമാഅത്തിന് വരുന്ന ഉപ്പാക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്നാമത്തേത് യുഅ്തി കിതാബഹു ബിയമീനിഹി. നാളെ പാരത്രികമായ ലോകത്ത് നമ്മുടെ നന്മയും തിന്മയും എഴുതിയ, നല്ലതും പിടക്കും എഴുതിയ നമ്മളെ കിതാബുണ്ടല്ലോ, റഖീബ് അതീദ് എല്ലാം രേഖപ്പെടുത്തി വെച്ച ആ കിതാബുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരം നിസ്കരിച്ചവന്റെ വലത് കയ്യില അല്ലാഹു കൊടുക്കുന്നത്. നാലാമതായി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യമുറു അലാ സിറാത്ത് ബറഖിൽ ഖാദിബ. ആ സിറാത്ത് എന്ന് പറയുന്ന ആ സിറാത്ത് പാലമുണ്ടല്ലോ, വാളിനെക്കാട്ടും മൂർച്ചയുള്ള, മുടിനെക്കാട്ടും നേരിയ നമ്മളെ സാധാരണ മുടിയുണ്ടല്ലോ, ആ മുടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ഭാഗമാക്കുകയാണ്. ഏത് കണ്ടാക്കുന്നല്ല, 7 ഭാഗമാക്കുകയാണ്. 7 ഭാഗമാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ആ ഭീകരമായ ഭയാനകരമായ ബീഭത്സകമായ നരകമാ. ആ നരകത്തിന്റെ മുകളിലോട്ട് അല്ലാഹു ഇങ്ങനെ വിരിച്ചിടുകയാ. സുബ്ഹാനല്ലാഹ്, ഇതിനെ പോലെ ചെറിയ പൊടി പോലെ നമ്മളെ കണ്ണിനകത്ത്
കാണുന്നില്ല. പക്ഷേ ആ മുടിന്റെ 7 ഭാഗമാക്കിയ ആ ഒരേ ഒരു മുടിന്റെ കീറ അള്ളാഹുവിന്റെ നരകത്തിന്റെ മുകളിലുള്ളത്. അങ്ങനെ കീറി വെച്ചതായ ആ പാലമുണ്ടല്ലോ, വാളിനെക്കാട്ടും മൂർച്ചയുള്ളതാണ്. ആ ഒരു പാലം വാളിനെക്കാട്ടും മൂർച്ചയുള്ളത്. ഒരു പാലിങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കാല് വെച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മളെ കാല് 2 ഭാഗമായി പോകുക. അങ്ങനത്തതായ അല്ലാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിനകത്ത് 5 നേരം നിസ്കാരത്തിന് വന്നവന്, ജമാഅത്തിന് വന്നവന്, ഇടിമിന്നന്റെ സ്പീഡ് എത്രയാണോ, ഒരു ഇടിയും മിന്നും എത്ര സ്പീഡിലാണോ അടിച്ചു വീഴുന്നതെങ്കിൽ അതിനെക്കാട്ടും സ്പീഡിലോട് ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതൊരു വലിയ ഭാഗ്യമാണ്, ഇതൊരു വലിയ ഭാഗ്യമാണ്. 5 നേരം നിസ്കരിച്ചവൻ ഒന്ന് കൊടുക്കുന്ന കൂലിയാ. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിന്റെ വിഷയം അറിയല, അതിന്റെ മാറ്റം നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, 5-ാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, യദ്ഖുലുല്ലാഹു തആല അൽ ജന്ന ബിലാ ഹിസാബിൻ വലാ അദാബ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഒരു ചോദ്യവും അവനോട് അല്ലാഹു ചോദിക്കുന്നില്ല. ഒരേ ഒരു ചോദ്യം പോലും 5 നേര നിസ്കാരത്തിന് വന്നവനോട് ചോദ്യമില്ല. ഒരു രീതിയിലുള്ള ചോദ്യമേ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അദാബും ശിക്ഷിക്കാണ്ട്, ഒരു ചോദ്യം പോലും ചോദിക്കാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ്! അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ എങ്ങനെയാ പടക്കുന്നത്? നല്ല 7 ചിറകുകൾ കൊടുത്ത് വിശാലമായ ചിറക്, വിശാലമായ രക്ക. എങ്ങനത്തെ രക്ക എന്നറിയോ? ഓരോ ചിറകിന്റെയും ദൂരം എത്രയാണ്? മശ്രിഖ് മുതൽ മഗ്രിബോളം അത്രയും വിശാലമുള്ള ചിറക്, രക്ക. അത്രയും വലിയ ചിറകുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നല്ല സുന്ദരമായ രൂപത്തില്, നല്ല രൂപത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പടക്കുകയാണ്. അല്ലാഹുവിന്റെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വയം ശരീരത്തിലേക്ക് നോക്കി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തടിയിലേക്ക് നോക്കി, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹ്, എന്നെക്കാട്ടും ചന്തമായ രീതിയിൽ നിന്റെ സൃഷ്ടിയിൽ ആരെങ്കിലും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇത്രയും രേഖകൾ തന്ന്, ഇത്രയും ഭംഗിയാക്കി, ഇത്രയും ചന്തമാക്കി എന്നെ പോലെ നീ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അല്ലാഹ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാ, ഇല്ല ജിബ്രീലേ, ഏറ്റവും സുന്ദരമായ രീതിയിൽ നിന്നെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ പറഞ്ഞപ്പോ ഒരു സന്തോഷമായി ജിബ്രീൽ അലൈഹിസ്സലാമിന്. ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിനൊരു നന്ദിയായി, അല്ലാഹു എന്നിങ്ങനെ പഠിച്ചുവല്ലോ, എന്നെ ഇത്ര ചന്തമാക്കി സൃഷ്ടിച്ചുവല്ലോ, ഇതിനൊരു നന്ദിയായിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം 2 റക്അത്ത് നിസ്കരിക്കുകയാ. എങ്ങനത്തെ 2 റക്അത്ത് എന്നറിയോ? നമ്മളെ ഓരോ നിസ്കാരല്ല, ഓരോ റക്അത്തിന്റെ ഇടയിലും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നത് എത്രയെന്നറിയോ? 20,000 വർഷമാണ്. ഒരു റക്അത്തിന്റെ ഓരോ റക്അത്തിലും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കൈകെട്ടിയിട്ട് നിൽക്കുന്നത് എത്ര വർഷം എന്നറിയോ? 20,000 വർഷം. 20,000 വർഷം നിന്നുകൊണ്ട് 2 റക്അത്ത് 40,000 വർഷത്തോളം ദൈർഘ്യമായ ഒരു നിസ്കാരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ചുകൊണ്ട് അവസാനത്തെ സലാം വീട്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, ഇത്ര വലിയ നിസ്കാരം, ഇങ്ങനെ ഒരു ഇബാദത്ത് ആരെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ അല്ലാഹ്? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാ, ഇല്ല ജിബ്രീലേ, എല്ലാ ഇബാദത്തിന്റെ മര്യാദകളും അനുസരിച്ചുകൊണ്ടാണ് നീ നിസ്കരിച്ചത്. നിന്റെ ഇബാദത്തെല്ലാം ശരിയാണ്. പക്ഷേ നിന്റെ ഈ നിസ്കാരമുണ്ടല്ലോ, ഈ നിസ്കാരത്തിനെക്കാട്ടും
ഇഷ്ടം ആര നിസ്കാരം എന്നറിയോ? എന്റെ സമുദായത്തിൽ എന്റെ നബിമാരിൽ അവസാനത്തെ ഒരു നബി വരാനുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നബി വരാനുണ്ട്. ആ നബിക്ക് ഒരു ഉമ്മത്തിയുണ്ട്. എങ്ങനത്തെ ഉമ്മത്തികളെന്നറിയോ? അലസന്മാരായ, മടിയന്മാരായ, നിസ്കാരത്തിൽ ഒരു ചിന്തയില്ലാത്ത, നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയില്ലാത്ത, ഒരു മടിയനായി, മനസ്സമായി, അലസ്യമായി എങ്ങനെയല്ലോ നിസ്കരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ആ മുഹമ്മദിന്റെ ഉമ്മത്തികൾ വരാനുണ്ട്. അവർ എനിക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന ആ 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, അങ്ങനെ മടിയോടുകൂടി, അലസതയോടുകൂടി, ഉദാസീനത്തോടുകൂടി, ഒരു ഓർമ്മയില്ലാതെ, ചിന്തയില്ലാതെ, എല്ലാ കണക്കുകൂട്ടലോടുകൂടി എവിടെയെല്ലാം ചിന്തിച്ച് നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരത്തെ പറ്റി അല്ലാഹു പറയുകയാ, ആ ഉമ്മത്തിന്റെ നിസ്കാരമാ നിന്റെ നിസ്കാരത്തിനെക്കാട്ടും ഇത്രയും വർഷത്തോളം ദൈർഘ്യമായി, ഇത്രയും വിശാലമായി നീ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തെ കാട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവരുടെ നിസ്കാരമാ. അത്ഭുതത്തോടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാ, അല്ല പടച്ചോനെ, അവർ മടിയന്മാരായി, അലസന്മാരായിട്ടല്ലേ നിസ്കരിക്കുന്നത്? പക്ഷേ ഞാൻ നിന്നെ ഓർത്ത്, നിന്നെ ഭയന്നുകൊണ്ടല്ലേ നിസ്കരിച്ചത്. എന്റെ നിസ്കാരം, അവരുടെ നിസ്കാരം എന്തേ അത്രയും വിശാലമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറുപടി കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ പറ്റി അല്ലാഹ് പറഞ്ഞതെന്തറിയോ? ആ ഉമ്മത്തീങ്ങളെ നിസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ കൽപ്പിച്ചിട്ടാണ്, അവരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടാണ്. നിസ്കാരം നിങ്ങൾ നിലനിർത്തണോ എന്ന് അവരോട് ഞാൻ പറഞ്ഞത് കൊണ്ടാ അവരെനിക്ക് വേണ്ടി നിസ്കരിക്കുന്നത്. പക്ഷേ ജിബ്രീലേ, നിന്നോട് ഞാൻ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല. നീ നിന്റെ ഇഷ്ടത്തിന് നിസ്കരിച്ചതാ, നീ നിന്റെ കൊസിക്ക് നിസ്കരിച്ചതാ, നീ നിന്റെ ഇഷ്ടത്തിന് നിസ്കരിച്ചത് കൊണ്ട് അതിന് വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞത് അവരനുസരിച്ചത് കൊണ്ടാ എനിക്ക് അവരുടെ നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായത്. അവസാനമായി ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുക, എന്നാലോ റബ്ബേ, ആ അടിമകളുടെ നിസ്കാരമുണ്ടല്ലോ, മടിയന്മാരായി നിസ്കരിക്കുന്ന അവരുടെ നിസ്കാരമുണ്ടല്ലോ, അവരുടെ നിസ്കാരത്തിന്റെ 4/1 ഭാഗം എന്റെ നിസ്കാരമാകോ അല്ലാഹ്? ആ ഉമ്മത്തികളുടെ നിസ്കാരത്തിന്റെ 4/1 ഭാഗം എന്റെ നിസ്കാരമാവോ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇല്ല ജിബ്രീലേ, അവരുടെ നിസ്കാരത്തിന്റെ 10/1 ഭാഗം പോലും നിന്റെ നിസ്കാരമാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ നിസ്കാരത്തിന്റെ മഹത്വം എത്ര ഉണ്ട്! ഞമ്മ അല്ലാഹ് പറഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഞമ്മ അല്ലാഹ് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് നിസ്കരിക്കണം. ഒരു നേരം നിസ്കരിച്ചില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തരുന്ന ശിക്ഷ എന്ന് പറയും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് നടത്തിയപ്പോൾ, ആ ഇസ്രാ മിഅ്റാജ് നടത്തിയപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. ഇങ്ങനത്തെ മനുഷ്യന്മാരാണ് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും. റഅയ്തു റിജാലൻ വനിസാ, ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും. അവർ അവരുടെ തലകളെ അടിക്കുകയാണ്. അവരെ തലകൾ ഇങ്ങനെ അടിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവരെ തലകൾ ഇങ്ങനെ അടിച്ചിട്ട് ആ തലയിൽ നിന്ന് ചോര ഇങ്ങനെ വന്നിട്ട് വലിയ പുഴകളായിട്ട് ഇങ്ങനെ മാറുന്ന ഒരു ആ അവസ്ഥ ഞാൻ കണ്ടു. ആ സമയത്ത് അവർ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, യാ വൈലാ വയാ സബൂർ, ഏ നാശമേ, ഏ നഷ്ടമേ, ദുനിയാവിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, മഹദിനുസ്താദിന്റെ ബാങ്കിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, 5 നേരത്തെ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയപ്പോ ആ നിസ്കാരം ഞാൻ പിന്തിച്ചുവല്ലോ, ദുഹറിന്റെ നിസ്കാര സമയത്തിന് തൊട്ട് അസറിലേക്ക് പിന്തിച്ച് ഞാൻ നിസ്കരിച്ചുവല്ലോ, എന്തൊരു നഷ്ടമാ,
എന്തൊരു നാശമാ എന്ന് വിളിച്ചു പറയുന്ന ആ വിഭാഗം ആൾക്കാരെ കണ്ടപ്പോ യാ ജിബ്രീൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ മൻ ഹൗലായി, ഈ കൂട്ടരാരാ ജിബ്രീലേ, ഇവരാരാ ജിബ്രീലേ, ഇവരെന്താ തെറ്റ് ചെയ്തത് ജിബ്രീലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് ആന അല്ലദീന യുസല്ലൂന സ്വലാത്ത്, അവർ നിസ്കരിക്കാത്തവരല്ല, നിസ്കാരം ഒഴിവാക്കിയവരല്ല. യുസല്ലൂന സ്വലാത്ത്, അവർ നിസ്കരിച്ചവരാണ്. എങ്ങനെന്നറിയോ? ഫീ ഖൈരി വഖ്തിഹാ, ആ നിസ്കാരത്തിന്റെ സമയത്തിൽ നിസ്കരിച്ചവരല്ല. ദുഹറിന്റെ സമയം ദുഹറിൽ നിസ്കരിക്കാണ്ട് അസറും ദുഹറും ഒക്കെ നിസ്കരിക്കും, അല്ലെങ്കിൽ അസറിന്റെ മാരിബോട് കൂടിയിട്ട് മാരി നിസ്കരിക്കുമ്പോ പിന്നെ വന്നിട്ട് നിസ്കരിക്കും. ഒരു വക്ത് പോലും നിസ്കരിക്കാൻ അല്ലാഹു പിന്നെ ഖളാക്കാൻ അല്ലാഹു നമുക്ക് അനുവദിച്ചിട്ടില്ല. എങ്ങനെങ്കിലും ജമാഅത്ത് കിട്ടുന്നില്ലെങ്കിലും നിസ്കാരം അതിന്റെ അദാഓട് കൂടി നിസ്കരിച്ചെങ്കിൽ മാത്രമേ നാളെ പാരത്രികമായ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അസ്സലാത്തു മർദാത്തി റബ്ബി, അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കരിച്ചെങ്കിൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും, അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വസുന്നത്തിൽ അംബിയാ, അംബിയാ മുർസലീങ്ങളുടെ ചര്യയാണ് നിസ്കാരം. തീർന്നില്ല. വഹബ്ബുൽ മലായിക, മലക്കിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നിസ്കാരം. വനൂറുൽ നാഫിറ, അല്ലാഹുവിന്റെ ഇൽമിന്റെ ഒരു പ്രകാശം കൂടിയാണ് നിസ്കാരം. വഉസൂലുൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനമാണ് നിസ്കാരം. അതേപോലെ വവാജിബാത്തിദ് ദഅവാത്ത്, ദുആയുടെ ഉത്തരം കൂടിയാണ് നിസ്കാരം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ 2 കരമുയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആന്ന് നോക്ക്. ആ ദുആക്ക് ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടും. എവിടെയും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നത്തിന് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഒരാളുടെ മുമ്പിൽ നമ്മളെ പ്രയാസം പറയേണ്ട ആവശ്യമില്ല. ഏകനായ സർവേശ്വരനായ ജഗന്യന്താവായ അല്ലാഹുവിന് വേണ്ടി നല്ല റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഉളൂഹ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് റബ്ബേ എന്റെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാഹ്, എന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ വഖബൂലുൽ അഅമാൽ, നമ്മ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളുണ്ടല്ലോ, നമ്മ ചെയ്യുന്ന സ്വതമയുണ്ടല്ലോ, നമ്മ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, നല്ല നല്ല ഖിദ്മത്തുകളുണ്ടല്ലോ, ആ കാര്യങ്ങൾ മുഴുവനും സ്വീകരിക്കുന്നത് എങ്ങനെയെന്നറിയോ? നിസ്കാരം കൊണ്ടിട്ടാണ്. നിസ്കാരമുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യും, നിസ്കാരമില്ലെങ്കിൽ ഖബൂലില്ല. വൽ മാലി വൽ കസ്ബ, നമ്മുടെ സമ്പാദ്യത്തില് ബർക്കത്ത് കിട്ടണമെങ്കിൽ ആ നിസ്കാരം ഉപയോഗിക്കണം. എപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കണം. ശത്രുക്കളുടെ മേലുള്ള ഒരു ആയുധം കൂടിയാണ് നിസ്കാരം. അതേപോലെ ശൈത്താൻ ഏറ്റവും വെറുപ്പുള്ള കാര്യം കൂടിയാണ്. അവന്റെയും മലക്കിൽ മൗത്തിന്റെയും ഇടയിൽ മഹാനായ അസ്റായീലിന്റെയും അവന്റെയും ഇടയിലുള്ള ഒരു ശുപാർശകനാണ് നിസ്കാരം. ആ സമയത്ത് അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കുന്ന ആ സന്ദർഭത്തിൽ വേദനയില്ലാണ്ട് റൂഹ് പിടിക്കാൻ വേണ്ടി നമ്മുടെ നിസ്കാരമാനായ അസ്റാഹിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വസ്സിറാജു ഖബ്രിഹി, ഖബ്റിലെ വെളിച്ചം കൂടിയാണ് നിസ്കാരം. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളോളം ഖബ്റിലെ പ്രകാശം കൂടിയാണ്. വദില്ലി അലാ റഅസി, അല്ലാഹുവിന്റെ ആ പാരത്രികമായ ലോകത്ത് ഒരു ചാൺമുകളുടെ സൂര്യന്റെ ആ ചൂട് താങ്ങുന്ന ആ മഹ്ശറവൻസഭയില് ഒരു മനുഷ്യന് പോലും തണലില്ലാത്ത, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണലില്ലാത്ത, വേറെ ഒരു തണലുമില്ലാത്ത ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹ്ശറ എന്ന് പറയുന്നത് ഇന്ന് സൂര്യനുള്ളത് എത്ര ദൂരത്താണെന്നറിയോ? 15,000 കോടി കിലോമീറ്റർ ദൂരത്താ സൂര്യൻ നിലകൊള്ളുന്നത്. നമ്മുടെ കണ്ണിലേക്ക് സൂര്യൻ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതിന്റെ വൈദൂരം എത്രയെന്നറിയോ? 15,000 കോടി കിലോമീറ്റർ ദൂരത്താ ആ സൂര്യൻ നിലനിൽക്കുന്നത്. പക്ഷേ അത്രയും ദൂരത്ത് നിന്നുള്ള സൂര്യന്റെ ചൂട് പോലെ നമുക്കിന്ന് പുറത്തു നിന്ന് താങ്ങാൻ കഴിയുന്നില്ല. എന്നാലോ നാളെ പാരത്രികമായ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ ആ മഹ്ശറയിലെ സൂര്യന്റെ ചൂടുണ്ടല്ലോ, ഇത്രേ മീതെ ഉള്ളതാണ്. 15,000 കോടി കിലോമീറ്ററിന്റെ സൂര്യൻ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സൂര്യന്റെ ചൂട് നമുക്ക് താങ്ങാൻ കഴിയോ? ആ സമയത്ത് നമുക്ക് രക്ഷയായി തണലായി വദില്ലി അലാ റഅസി, അവന്റെ തലന്റെ മുകളിൽ ഒരു തണലായിട്ട് ആ സൂര്യൻ ആ പിരസ്കാരം വന്ന് നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വത്താജു അലാ റഅസി, അവന്റെ തലന്റെ കിരീടം കൂടിയാണ് നിസ്കാരം. വലിബാസു അലാ ബദരി, ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ ഒരു അരക്കറിന്റെ പോലും ബന്ധമില്ലാത്ത നഗ്നരായ ഒരു രീതിയിലുള്ള വസ്ത്രം പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവൂല. ഉമ്മ പ്രസവിച്ച ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഞമ്മ എങ്ങനെയാണോ വന്നത്, അപ്രകാരമാണ് നാളെ മഹ്ശറയിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത്. ആ സമയത്തുണ്ടല്ലോ ഒരാളും ഡ്രസ്സിടാണ്ട് കുര്യനായി നഗ്നരായിട്ട് ആ മഹ്ശറയിൽ നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരം ജമാഅത്തായി വന്ന് നിസ്കരിച്ച ആ നിസ്കാരമുണ്ടല്ലോ, നമുക്ക് ഒരു വസ്ത്രമായി ഒരു ഡ്രസ്സായിട്ട് അല്ലാഹു നമുക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വസിത്ര ബൈനഹു വ ബൈനൻ നാർ, നിസ്കാരം നമ്മളെ ആ നരകത്തിന്റെയും ഇടയിലുള്ള ഒരു മറയാണ്. നമ്മളും നരകത്തിന്റെയും ഇടയിൽ വന്നിട്ട് നമ്മളെ നിസ്കാരം നിൽക്കും. നമുക്ക് നരകം കാണേണ്ട ആവശ്യമുണ്ടാവൂല. 5 നേരം നിസ്കരിക്കുന്നവന്, കൃത്യമായി ജമാഅത്തിന് വരുന്നവന് ഒരു രീതിയിലുള്ള ആ ഒരു നരകത്തിനെ കാണുന്ന ഒരു അവസ്ഥയുണ്ടാവൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഇടയിലുള്ള ഒരു തെളിവും കൂടിയ, അല്ലാഹുവിനെ കാണാനുള്ള ഒരു യഥാർത്ഥമായ ഒരു തെളിവാണ് നിസ്കാരം. മീസാൻ എന്ന് പറയുന്ന ദുരാസുണ്ടല്ലോ, ആ ദുരാസിന് ഏറ്റവും ഭാരമായി നിൽക്കുന്നത് നിസ്കാരമാണ്. പാലം വേഗത്തിൽ കടക്കാൻ കഴിയുന്നതുമാണ്. 5 നേരത്തെ നിസ്കാരമുണ്ടല്ലോ, സ്വർഗത്തിന്റെ ഒരു താക്കോലാണ്. നിസ്കാരം നിർവഹിച്ചെങ്കിൽ, ആ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ താക്കോലായി സ്വർഗം തുറക്കാൻ വേണ്ടി, നമ്മുടെ സ്വർഗത്തിന്റെ പാർപ്പിടത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഒരു താക്കോലായിട്ട് നമ്മുടെ നിസ്കാരം വരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. പിന്നെ നിങ്ങളെ മുന്നിൽ ബുദ്ധിമുട്ടിക്കണം. മതിയല്ലേ? മതി ഇൻഷാ അല്ലാഹ്.
തആല നമ്മളീ പറഞ്ഞ ഇൽമ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു റാഹത്തോടുകൂടി മരിക്കോളം ആഫിയത്തോടുകൂടി റാഹത്തോടുകൂടി രണ്ട് കാലത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് പ്രദാനം നൽകണമേ. ഒരുപാട് ഉപമാറ് ആഫിയത്തില്ലാത്തവർ കസാരയിൽ നിസ്കരിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. നിസ്കാരങ്ങൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റമളാനിലും അല്ലാത്ത സമയങ്ങളിൽ കൃത്യമായി നീ നിർബന്ധമാക്കിയ നീ കൽപ്പിച്ച നിസ്കാരം അല്ലാഹുവേ റാഹത്തോടുകൂടി നിസ്കരിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നീ പ്രദാനം നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം ഖളായി പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പായി ഖളാ വീട്ടി റാഹത്തോടെ സന്തോഷത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അറിഞ്ഞുകൊണ്ട് ഒരു നിസ്കാരം പോലും ഖളാക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ എത്തിക്കരണേ അല്ലാഹ്. ഒരു നിസ്കാരം പോലും ഞങ്ങൾ കളയല്ല അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദന്മാർ ഞങ്ങളോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തവർ ചെയ്യപ്പെട്ടവർ സഹായിച്ചവർ സ്നേഹിച്ചവർ ഭക്ഷണം തന്നവർ ധരിക്കുന്ന ഉമ്മമാരും അല്ലാഹു ഞങ്ങളുടെ മക്കള് അല്ലാഹു ഈ പള്ളിയുടെ അല്ലാഹുവിന്റെ പ്രസ്ഥാനത്ത് മറുപടി എടുക്കുന്ന ഒരുപാട് മിനികൾ അവരുടെ ഖബറിലേക്ക് ഞങ്ങളെ പരിശുദ്ധമായ ഇൽമിന്റെ മിത്രത ഭാഗത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിനെ സ്വർഗ്ഗത്തിന്റെ ഭൂതോപമാക്കണേ അല്ലാഹ്. ആ ഖബറിലേക്ക് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞ ഈ ഇൽമ കേട്ട ഇൽമ ഇവിടുന്ന് ഇരുന്ന ഈ സമയം അല്ലാഹുവേ സ്വാലിഹായ ഒരു അമലായി അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ ഖബറുകൾ സ്വർഗ്ഗത്തിന്റെ ഭൂതോപമാക്കണേ അല്ലാഹ്. ആ ഖബറിലേക്ക് ഒരു ജാരിയായ സ്വാലിഹായ അമലായി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിലേക്ക് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ എല്ലാ സുഖങ്ങളും നീ ആസ്വാദിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെല്ലാവരും എല്ലാ വിഷമങ്ങളും തൊട്ട് ആഫത്ത് മുസീബത്തുകളും തൊട്ട് മാരാവിധ രോഗങ്ങളെ തൊട്ട് വൈറസ് പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ക്യാൻസർ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് ഷുഗറും പ്രഷറും പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ പോകുന്നതും വരുന്നതുമായ വഴികൾ ഖൈറിന്റെ വഴികളാക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ വഴികളാക്കണേ അല്ലാഹ്. റാഹത്തിന്റെ വഴികളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകൾ ഞങ്ങളുടെ നിസ്കാരങ്ങൾ ഞങ്ങളുടെ തറാവികൾ ഞങ്ങളുടെ സ്വതപ്പകൾ ഞങ്ങളുടെ ആകാരങ്ങൾ നിങ്ങളിവിടെ നോമ്പ് തുറപ്പിച്ച ഓരോ കാര്യങ്ങളും അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി